സിറ്റി ചേഞ്ചേഴ്സ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ ഇയർ ഓഫ് ലോർഡ്സ് ഫേവർ എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ പ്രസാദം സഭയുടെ മേലെ ഈ വർഷം നാം ധാരാളമായിട്ട് അനുഭവിക്കും. ചർച്ചിൻ്റെ പകുതി പാർട്ടിലുള്ളവർ ആമേൻ പറഞ്ഞു. നിങ്ങൾ അനുഭവിക്കും. ഒരാമേൻ അല്ലെങ്കിൽ പുറകിൽ നിന്നും കൂടി കേൾക്കട്ടെ. അപ്പോൾ നിങ്ങളും അനുഭവിക്കും. ആമേൻ പറയണം, അങ്ങനെ തന്നെ എന്ന് പറയണം എന്ന് ഹൃദയത്തിൽ തോന്നിയാൽ മൗനമായിട്ടിരിക്കരുത്. നിങ്ങൾ അത് പറയണം. എല്ലാവരും ലോർഡ്സ് ഫേവർ അനുഭവിക്കട്ടെ. നാം ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഉയർന്നു വരുവാനായിട്ട് ഇടവരട്ടെ. അതായത് അംഗസംഖ്യയിൽ വളരണം. അപ്പോൾ തന്നെ വിശ്വാസികൾ ഓരോരുത്തരുടെയും നിലവാരം ഉയരുവാനായിട്ട് ഇടയാണ്. അതായത് അംഗസംഖ്യ കൂടുന്നുണ്ട് എന്ന് ചിന്തിക്കുക, പക്ഷേ ഉള്ളതെല്ലാം ആത്മീയമായിട്ട് വളർച്ചയില്ലാത്ത കുറേ ശിശുക്കളാണെങ്കിൽ ഒരു വലിയ നേഴ്സറി നടത്തുന്നത് പോലെയായിരിക്കും. നേഴ്സറിയിൽ എങ്ങനെയായിരിക്കും? ടീച്ചറിൻ്റെ അടുക്ക, ടീച്ചറെ അവൻ എന്നെ കുത്തി കേട്ടോ, അവൻ എന്നെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നോക്കി കേട്ടോ, അവൻ എന്നെ മാന്തി, അവൻ എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ല. നേഴ്സറി പിള്ളേരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? അങ്ങനെയായിരിക്കും. ആത്മീയ പക്വത വരാത്തവർ, മെച്യൂരിറ്റി വരാത്ത കുട്ടികൾ അങ്ങനെയായിരിക്കും. അപ്പം വളർച്ചയിൽ എണ്ണത്തിൽ വലിപ്പം ഉണ്ടാകുമ്പോൾ തന്നെ പക്വതയിലേക്ക് നമ്മൾ വളരുവാനായിട്ട് ഇടയാകണം. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ, പക്വതയിലേക്ക് വളരണമെന്ന് പറ. അതുപോലെ സഭയിലുള്ള വിശ്വാസികൾ ആത്മീയമായിട്ട് വളരുന്നില്ലെങ്കിൽ പാസ്റ്റർക്ക് പിന്നെ കംപ്ലയിൻറ്റ്സ് കേൾക്കുവാൻ മാത്രമേ സമയമുണ്ടാവൂ. എന്നാൽ ആത്മീകമായിട്ട് വളരുന്ന ഒരു കൂട്ടായ്മ ആണെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങി ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായിട്ട് പോരാടുന്ന ഒരു സൈന്യമായിട്ട് നിൽക്കുവാനായിട്ടിടയാവും. ഹല്ലേലൂയ. ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ മേക്കിംഗ് എ സ്ട്രോങ് ലോക്കൽ ചർച്ച്. മേക്കിംഗ് എ സ്ട്രോങ് ലോക്കൽ ചർച്ച്. ശക്തമായ ഒരു പ്രാദേശിക സഭ പണിയുന്നതെങ്ങനെ? ശക്തമായിട്ടുള്ളൊരു പ്രാദേശിക സഭ പണിയുന്നതെങ്ങനെ? ഒരു ശക്തമായ ലോക്കൽ ചർച്ചിൻ്റെ പ്രാദേശിക സഭയുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, എ ചർച്ച് വെയർ ദെയർ ഈസ് സ്ട്രോങ് ലീഡർഷിപ്പ് വിത്ത് എ ഗോഡ് ഗിവൺ വിഷൻ. എ ചർച്ച് വെയർ ദെയർ ഈസ് സ്ട്രോങ് ലീഡർഷിപ്പ് വിത്ത് എ ഗോഡ് ഗിവൺ വിഷൻ. ദൈവിക ദർശനമുള്ള ശക്തമായ നേതൃത്വം. ദൈവിക ദർശനമുള്ള ശക്തമായ നേതൃത്വം. ഒരു പ്രാദേശിക സഭ ശക്തമായിട്ട് നിലനിൽക്കുന്നതിന് ദൈവവചന അടിസ്ഥാനത്തിലുള്ള ദർശനം പ്രാപിച്ചിട്ടുള്ള ശക്തമായ ഇടയന്മാർ ആവശ്യമാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ കർത്താവ് പറഞ്ഞതിന് നമുക്കിങ്ങനെ പറയാം, സുവിശേഷം സകല ജാതികളോടും നമ്മൾ അറിയിക്കണം. വിശ്വസിക്കുന്നവരെ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത് വിശ്വസിക്കുന്നവരെ നമ്മൾ സ്നാനപ്പെടുത്തണം. കർത്താവ് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. അവരെ ശിഷ്യന്മാരായിട്ട് വളർത്തി എടുക്കണം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി സഭയെക്കുറിച്ചുള്ള. ഈ ഒരു ശക്തമായൊരു വിഷൻ, ദർശനം, വ്യക്തമായ ദർശനം ചർച്ചിൻ്റെ നേതൃത്വത്തിന് എപ്പോഴും ഉണ്ടാകണം. നേതൃത്വത്തിന് ദൈവിക ദർശനം ഇല്ലാതെ പോയാൽ സഭയിലുള്ളവർക്ക് എന്ത് സംഭവിക്കുമെന്ന് മത്തായി 15:14 യേശു പറഞ്ഞു, കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പോൾ തെറ്റായ ലക്ഷ്യങ്ങളുള്ള, തെറ്റായ ഉപദേശങ്ങളുള്ള ഒരു നേതാവ് തൻ്റെ അനുയായികളെയും തെറ്റിലേക്ക് നയിക്കും. യെശയ്യാവ് 9:16 കർത്താവ് ദൈവിക ദർശനമില്ലാത്ത നേതാക്കന്മാരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു, അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. എന്നെ യൂട്യൂബിലൂടെയും ശ്രവിക്കുന്ന ധാരാളം പേരുള്ളത് കൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളായിരിക്കുന്ന സഭ ദൈവിക ദർശനം പ്രാപിച്ച നേതൃത്വമുള്ള സഭയാണോ എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടവരാണ്. ഒരു സ്ഥലത്തെ സഭ വളരുവാൻ അവിടെ നല്ല നേതൃത്വം ആവശ്യമെന്ന് അപ്പസ്തോലന്മാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പസ്തോല പ്രവർത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ ആദ്യമായിട്ട് രൂപം കൊണ്ട ക്രിസ്തീയ പ്രാദേശിക സഭയായിരുന്നു യെരുശലേം സഭ എന്ന് നമുക്ക് മനസ്സിലാക്കാം.
അവിടെ നല്ല ദർശനമുള്ള നേതൃത്വം ഉണ്ടായിരുന്നു. കാരണം യേശു ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ച അപ്പസ്തോലന്മാർ ആ സഭയിൽ അവിടെ ഉണ്ടായിരുന്നു. ആ സഭയിലെ ആളുകളെക്കുറിച്ച് പറയുന്നത് അപ്പസ്തോല പ്രവൃത്തി 2:42 അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ യെരുശലേം സഭയിൽ ഏറ്റവും നല്ല നേതൃത്വം ഉണ്ടായിരുന്നു. പിന്നീട് യെരുശലേമിൽ വലിയ പീഡയുണ്ടായപ്പോൾ അവിടുത്തെ വിശ്വാസികൾ പല സ്ഥലത്തേക്ക് ചിതറിപ്പോകുവാനായിട്ട് ഇടയായി. ഈ ചിതറിപ്പോയവർ ചെന്ന എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം അറിയിച്ചു. അങ്ങനെ സ്ഥാപിതമായിരുന്ന സഭയായിരുന്നു അന്ത്യോക്യ സഭ. അവിടുത്തെ വിശ്വാസികൾ ജാതികളിൽ നിന്ന് വന്നവരായിരുന്നു. അപ്പസ്തോല പ്രവൃത്തി 11:19-20 സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, സൈപ്രസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ സൈപ്രസുകാരും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അവിടെ പറയുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നത് അന്ത്യോക്യ എന്ന സ്ഥലത്ത് കാണുന്ന ഉണർവാണ്, നടക്കുന്ന ഉണർവാണ്. വലിയ കൂട്ടമായിട്ട് ജനങ്ങൾ വിശ്വസിച്ച് വരികയാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. വലിയ ഉണർവ് നടന്നു, ഒത്തിരി ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നു. അതുമാത്രം മതിയോ? അടുത്ത ഇവിടെ ആവശ്യം എന്താണ്? അവരെ നയിക്കുവാനായിട്ട് നല്ലൊരു ലീഡർഷിപ്പ് വേണം, നല്ലൊരു നേതൃത്വം വേണം. അപ്പോൾ പുതിയതായിട്ട് വിശ്വാസത്തിൽ വന്ന ആ ഗ്രൂപ്പിൽ നിന്ന് കഴിവുള്ള ഒരാളെ പിടിച്ച് ക്രിസ്തീയ സഭയുടെ ലീഡറാക്കാനായിട്ട് പറ്റില്ല. ഇന്ന് പല സ്ഥലത്തും പെട്ടെന്ന് ലീഡറാക്കുന്ന ആരെയാണെന്നറിയോ? അവന് കാശുണ്ടോ, കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരുത്തനാണെങ്കിൽ ലീഡറാക്കും, അല്ലെങ്കിൽ വാക്ചാതുര്യമുള്ള ഒരുത്തനെയാണെങ്കിൽ ലീഡറാക്കും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വളരെ പ്രധാന സ്ഥാനമർഹിക്കുന്ന ഒരാളെങ്കിൽ ലീഡറാക്കും. പ്രിയപ്പെട്ട ഒരു വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത്. കാരണം കർത്താവ് ഉപദേശിച്ച കാര്യങ്ങളും അപ്പസ്തോലന്മാരുടെ ഉപദേശവും അറിയുന്നതും മാതൃകയുമുള്ള ജീവിതശൈലിയുമുള്ള വ്യക്തിയായിരിക്കണം അവരെ നയിക്കേണ്ടത്. ഇത് യെരുശലേം സഭയിലുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരെ ക്വാളിറ്റീസ് ഉള്ള നല്ലൊരു ലീഡറിനെ അന്ത്യോക്യ സഭയിലേക്ക് അവരെ അയച്ചു കൊടുത്തു. ആരാണത്? ബർന്നബാസിനെ അവർ അയച്ചു കൊടുത്തു. അപ്പോൾ അപ്പസ്തോല പ്രവൃത്തി 11:22 അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്നു, ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. പിന്നീട് നമുക്ക് കാണാം ബർന്നബാസ് ഒരു നല്ല ഇടയനായിട്ട്, പാസ്റ്ററായിട്ട് ആ സഭയെ പരിപാലിക്കുന്നു. ഇതുപോലെ തന്നെ മിഷണറി യാത്രകളിൽ പൗലോസ് സ്ഥാപിച്ച സഭകളിലെല്ലാം അദ്ദേഹം നല്ല ലീഡേഴ്സിനെ ആക്കിക്കൊടുത്തു. അപ്പോൾ ശക്തമായിട്ടുള്ള ലോക്കൽ ചർച്ച് ആകുവാനായിട്ട് ആദ്യമായിട്ട് എ ചർച്ച് where there is strong leadership with a God given vision, ദൈവിക ദർശനമുള്ള ശക്തമായിട്ടുള്ള നേതൃത്വം ഒരു പ്രാദേശിക സഭയ്ക്ക് ആവശ്യമാണ്. ഒരു പ്രാദേശിക സഭ ശക്തമാകുന്നതിന് രണ്ടാമത് എ ചർച്ച് where the local congregation is strengthened. എ ചർച്ച് where the local congregation is strengthened. സഭയിലെ വിശ്വാസികളെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. സഭയിലുള്ള വിശ്വാസികൾ ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. ഒരു ലോക്കൽ ചർച്ച്, ഒരു പ്രാദേശിക സഭ ശക്തിപ്പെടുവാൻ ശക്തരായിട്ടുള്ള നേതൃത്വം മാത്രം പോരാ, ശക്തരായിട്ടുള്ള വിശ്വാസികളും ശിഷ്യന്മാരും ആ സഭയിൽ ഉണ്ടായിരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് ശക്തരായിട്ടുള്ള വിശ്വാസി ആയിരിക്കണമെന്ന് പറ. ഇതിന് ഒരു ദൈവ പൈതൽ, ഒരു സഭയിലെ അംഗം ശക്തനാകുവാനായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലെ 4 മേഖലകൾ ശക്തിപ്പെടണം. ആ മേഖലകൾ ശക്തിപ്പെടുമ്പോഴാണ് ഒരു ദൈവ പൈതൽ സഭയിൽ ശക്തനായിട്ട് മാറുന്നത്. ഒന്നാമത്തേതാണ് ഇവാഞ്ചലിസം,
സുവിശേഷീകരണത്തിൽ ഒരു വ്യക്തി ശക്തനായി മാറണം. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള രക്ഷയെക്കുറിച്ച് മറ്റുള്ള എല്ലാവരോടും പങ്കുവെക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ശമരിയാക്കാരി സ്ത്രീ യേശുവിനെ മിശിഹ എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ തൻ്റെ പട്ടണത്തിലുള്ളവരോട് യേശുവിനെ പറ്റി വിളിച്ചു പറയുവാനായിട്ട് തുടങ്ങി. നമ്മുടെ ഉള്ളവർ ഓരോരുത്തരുടെ ഹൃദയത്തിലും മറ്റൊരാളോട് സുവിശേഷം അറിയിക്കുവാനുള്ളൊരു തീ വ്യാപരിക്കുവാനായിട്ട് ഇടയാകണം. 1983 അതായത് 32 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത്. എനിക്ക് 19 വയസ്സുള്ള സമയത്താണ് ഞാൻ എൻ്റെ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത്. ഞാൻ ഒരു രോഗസൗഖ്യത്തിലൂടെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതല്ല, വീട്ടിലുള്ള എന്തെങ്കിലും വിടുതലിന് വേണ്ടി കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതല്ല. ഞാൻ പാപിയാണെന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു. എൻ്റെ പാപത്തിന് പരിഹാരം യേശു കർത്താവ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലായി. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് വേറൊരു നാമവും ഇല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നിത്യജീവൻ പ്രാപിക്കാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ വേറെ ഒരു വഴിയുമില്ല എന്നുള്ളത് മനസ്സിലായിട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയാണ്. എന്നാൽ റോണയും കുടുംബവും ഒക്കെ വിശ്വാസത്തിലേക്ക് വന്നത് രോഗസൗഖ്യത്തിലൂടെയാണ്. മറ്റു പലരും പല രീതിയിലാണ് വന്നത്. ഞാൻ പറയുന്നത് രോഗസൗഖ്യത്തിലൂടെയോ മറ്റേതെങ്കിലും രീതിയിലോ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതല്ല. അതെല്ലാം ഒരു മുഖാന്തരമായിട്ട് കർത്താവ് മാറ്റുന്നു. പക്ഷെ ഞാൻ കർത്താവിനെ അറിഞ്ഞത് നിത്യജീവൻ പ്രാപിപ്പാൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു വന്നതാണ്. ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ, വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, എനിക്ക് പെട്ടെന്ന് ഈ ദേശത്തിലുള്ളവർ ഇവരോടെല്ലാം ആരാണ് ഈ സുവിശേഷം പറയുന്നത് എന്നുള്ള വലിയൊരു ബേർഡൻ എൻ്റെ ഹൃദയത്തിൽ വന്നു. എനിക്ക് എങ്ങനെയാണ് ഇത് അറിയിക്കേണ്ടതെന്ന് അറിയില്ല. ആ സമയത്ത് ഞാൻ ചില ട്രാക്റ്റുകൾ, ലഘുലേഖകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോട്ടയത്ത് പോയി. ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് ലഘുലേഖയിലേക്കും ഞാൻ 12,000 ലഘുലേഖകൾ അവിടുന്ന് വില കൊടുത്തു വാങ്ങി. ഞാൻ ഒറ്റയ്ക്ക്, എനിക്കൊരു BSA ഡീലക്സിൻ്റെ സൈക്കിളുണ്ട്. ആ സമയത്ത് ഞാൻ അതിനൊരു ബാസ്ക്കറ്റും ഉണ്ട്. ഞാൻ ആ ട്രാക്റ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ആരെങ്കിലും ആ ട്രാക്റ്റ് വായിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ പേര് വെച്ചൊരു അഡ്രസ്സ് സീൽ ചെയ്ത്, എല്ലാ ട്രാക്റ്റിലും സീൽ ചെയ്തിട്ട് ഈ തൃപ്പൂണിത്തുറ കവലയുടെ മൂലയ്ക്കുള്ള ഒരു കടയുടെ മുമ്പിൽ വന്ന് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് 83 ഇവിടെ ലഘുലേഖ കൊടുക്കുമായിരുന്നു. ഈ സമയത്ത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ പുതിയകാവ് സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ വന്നു. ടീച്ചർക്ക് ഞാൻ ലഘുലേഖ കൊടുത്തു. അപ്പോൾ ടീച്ചർ എൻ്റെ വീട്ടിൽ അമ്മച്ചിയോട് വിളിച്ചു പറഞ്ഞു, സാംസൺ ആ തൃപ്പൂണിത്തുറ കവലയിൽ നിന്ന് ട്രാക്റ്റൊക്കെ കൊടുത്തുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ എന്ന് വിളിച്ചു പറയുവാനായിട്ടിടയായി. ഞാൻ എൻ്റെ സൈക്കിളും ചവിട്ടി ഇവിടുത്തെ എനിക്കറിയാവുന്ന പലരോടും പോയി ഈ ദേശത്ത് ഞാൻ സുവിശേഷം അറിയിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പുനലൂരുള്ള ബദേൽ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് പോയി. അവിടെ ബൈബിൾ കോളേജിൽ എല്ലാ ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് എല്ലാ ആഴ്ചയിലും പ്രാക്ടിക്കൽ മിനിസ്ട്രി, ഓപ്പൺ എയർ മീറ്റിംഗ്, ഹൗസ് വിസിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു മാസം ഒരു ഫീൽഡിൽ പോയി 4 വർഷത്തെ സ്റ്റുഡൻസ്, അതായത് 4th ഇയർ, 3rd ഇയർ, 2nd ഇയർ, 1st ഇയർ, ഓരോ ഇയറിൽ നിന്നുള്ള ഓരോ സ്റ്റുഡൻറ്റിനെ വീതം ഒരു ബാച്ച് ആക്കിയിട്ട് അവരെ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യാൻ വിടും. അങ്ങനെ HMC എന്നാണ് പറയുന്നത്, ഹോം മിഷണറി കൗൺസിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഏരിയയിൽ വന്ന് ഈ 4 സ്റ്റുഡൻസ് കൂടി വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് അങ്ങനെയാണ് അവിടുത്തെ സഭകൾ സ്ഥാപിതമാകുവാനായിട്ട് ഇടയാകുന്നത്. ഞാൻ പുനലൂർ ബദേൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ അധ്യാപകരോട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥലത്ത് ഈ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സഭ ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു വേല തുടങ്ങേണ്ടത് ആവശ്യമുണ്ട് എന്ന് ഞാൻ നിർബന്ധിച്ചു. ഞാൻ തൃപ്പൂണിത്തുറക്കാരനായതുകൊണ്ട് എന്നെ തൃപ്പൂണിത്തുറയ്ക്ക് വിടുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ 4 സുഹൃത്തുക്കൾ ഇവിടെ തൃപ്പൂണിത്തുറയിൽ സുവിശേഷ വേല ചെയ്യുവാനായിട്ട് വരുവാനായിട്ട് ഇടയായി. എന്നെ അയച്ചത് തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ 4 പേര് സുവിശേഷ വേല ചെയ്യുവാനായിട്ട് പോയി. പൂട്ടിക്കിടന്ന ഒരു കള്ള് ഷാപ്പ് വാടകയ്ക്കെടുത്ത്, കിടന്നൊരു കള്ള് ഷാപ്പ് വാടകയ്ക്കെടുത്ത് അതിൻ്റെ അകത്താണ് ഞങ്ങൾ 4 പേര് താമസിച്ചത്. തലയണ ഇല്ല ഞങ്ങൾക്കന്ന് കിടക്കുവാൻ. ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോയ ലഘുലേഖകളാണ് തലയണയായിട്ട് വെച്ചത്. എന്നിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ തൊടുപുഴയിലുള്ള സകല വീടുകളും ഞങ്ങൾ കയറി ഇറങ്ങും, സുവിശേഷം അറിയിക്കുവാനായിട്ട് ആരംഭിച്ചു. മലങ്കര എസ്റ്റേറ്റ്, മുട്ടം, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കയറി. എൻ്റെ ആദ്യത്തെ സാൽവേഷൻ മെസ്സേജ് ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒരു പാറയുടെ പുറത്ത്
10-25 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ നാട്ടുകാരെ വിളിച്ച് ഞങ്ങൾ അവിടുത്തെ ഒരു പാറയുടെ പുറത്ത്, കർത്താവ് പറയുന്ന പോലെ മലയിലെ പ്രസംഗം എന്നൊക്കെ പറയുന്ന പോലെ പാറയുടെ പുറത്താണ് ഒരു കൺവെൻഷൻ നടത്തി. ഞങ്ങൾ ഈ ബൈബിൾ കോളേജിൽ നിന്ന് പോയ സ്റ്റുഡൻസെ കൂടി. എൻ്റെ ആദ്യത്തെ സാൽവേഷൻ മെസ്സേജ് ഞാൻ പറയുന്നത് തൊടുപുഴയിൽ ആ പാറയുടെ പുറത്താണ്. 21 പേര് ആദ്യത്തെ ആ സന്ദേശത്തിൽ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി. സ്തോത്രം ചെയ്യുന്ന ഞാൻ വർഷങ്ങൾക്ക് മുമ്പുള്ള ചില സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അവിടെ സഭയൊന്നും സ്ഥാപിതമായില്ലെങ്കിലും ഞങ്ങളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്ന പ്രസാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ കൂടെ എല്ലാ ദിവസവും വീടുകൾ കയറി ഇറങ്ങുവാൻ വരുമായിരുന്നു. പ്രസാദിൻ്റെ ഹൃദയത്തിൽ സുവിശേഷ വേല ചെയ്യണമെന്നുള്ളൊരു തീ വീഴുവാനായിട്ട് ഇടയായതിൻ്റെ പേരിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രസാദ് ഇറങ്ങി. എബ്രഹാം വർഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ന് അദ്ദേഹം അമേരിക്കയിൽ പാസ്റ്ററായിട്ട് അദ്ദേഹം ശുശ്രൂഷിക്കുന്നു. ആ സമയത്ത് തന്നെ 4 ചെറുപ്പക്കാർ ഇവിടെ തൃപ്പൂണിത്തുറയിൽ വന്ന് അവരും ഇതുപോലെ തന്നെ ഞങ്ങൾ തൊടുപുഴയിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇവിടെ വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് റോണയുടെ വീട്ടിൽ അവർ ചെല്ലുക. ഭവന സന്ദർശനം നടത്തി ഇങ്ങനെ ചെല്ലുന്ന വഴി അപ്പം മമ്മിയെ പരിചയപ്പെട്ടു, പപ്പയെ പരിചയപ്പെട്ടു. അങ്ങനെ സംസാരിച്ചപ്പോൾ മമ്മിയും പപ്പയൊക്കെ വിശ്വാസികളാണെന്ന് മനസ്സിലായി. അങ്ങനെ റോണയുടെ ഭവനത്തിൽ, കല്ലുവാലം ഭവനത്തിൽ ഈ ചെറുപ്പക്കാർ വന്ന് ഒരു പ്രെയർ മീറ്റിംഗ് ആരംഭിച്ചു. അത് പിന്നെ അവിടെ ഒരു സഭയായിട്ട് രൂപാന്തരപ്പെട്ടു. മമ്മിയും അതുപോലെ നാൻസി, മേരി ചേച്ചി, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ്. പ്രിയപ്പെട്ടവരെ, ഈ തൃപ്പൂണിത്തുറയിലും മരട്ടിലും എരൂരുമുള്ള ഒരുപാട് ഭവനങ്ങൾ ആ കാലഘട്ടത്തിൽ കയറിയിറങ്ങി സുവിശേഷം അറിയിച്ചിട്ടുള്ളതാണ്. അടുത്ത വർഷം, പിന്നത്തെ വർഷം എന്നെയൊക്കെ അപ്പോയിൻ്റ് ചെയ്തത് കോലഞ്ചേരി. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? ഈ റോഡിലൂടെ നടന്നും ഈ വീടുകൾ കയറിയിറങ്ങിയൊക്കെ സുവിശേഷം പറഞ്ഞിട്ടുള്ള ആളാണ്, ഇവാഞ്ചലിസം ചെയ്തിട്ടുള്ളതാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. കോലഞ്ചേരിയിൽ 900 വീടുകൾ ഞങ്ങൾ ഒരു മാസത്തിനകത്ത് കയറിയിറങ്ങി സുവിശേഷം അറിയിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഡോക്ടർ നെച്ചിപ്പാടിൻ്റെ ഡെൻ്റൽ ക്ലിനിക്കിൽ സുവിശേഷം അറിയിക്കുവാനായിട്ട് ചെന്നു. ഡോക്ടർ നെച്ചിപ്പാടിനോട് സുവിശേഷം അറിയിച്ചു. അവരന്നൊരു പ്രത്യേക വിഭാഗത്തിൽ പെട്ട് നിൽക്കുന്ന സമയമാണ്. ഡോക്ടർ നെച്ചിപ്പാടിൻ്റെ അടുത്തിരുന്ന ഒരു സഹോദരൻ, പോടാ പിള്ളേരെ, നിനക്കൊന്നും വേറെ പണിയില്ലാത്തതുകൊണ്ട് ഇറങ്ങിപ്പോടാന്നും പറഞ്ഞ്, ഡോക്ടർ നെച്ചിപ്പാടനല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ഞങ്ങളെ അവിടുന്ന് ഇറക്കി വിടുവാനായിട്ടിടയായി. കുറേ നാളുകൾക്ക് മുമ്പ് ഡോക്ടർ നെച്ചിപ്പാടനെ ഞാൻ കണ്ടപ്പോൾ ഞങ്ങളിത് ഷെയർ ചെയ്യുവാനായിട്ടിടയായി. വർഷങ്ങൾക്ക് മുമ്പ് ഡെൻ്റൽ ക്ലിനിക്കിൽ വന്ന് ഡോക്ടറോടും സുവിശേഷം അറിയിച്ചിട്ടുള്ളതാണ്, ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ പാഴല്ല, നമ്മുടെ അധ്വാനം വ്യർത്ഥമല്ല. അത് വർഷങ്ങൾ കഴിഞ്ഞാലും പൂക്കുവാനായിട്ട്, തളിരിടുവാനായിട്ട് ഇടയാകും. കാരണം നമ്മൾ വിതയ്ക്കുന്നത് വെറുതെ എന്തെങ്കിലും വിത്തല്ല, ദൈവവചനമാണ്. സകല മനുഷ്യൻ്റെയും ജീവിതത്തിനെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വിതറുവാനായിട്ട് ഇടയാകുന്നത്. ഞാൻ പറയുന്നത്, ചില വർഷങ്ങൾക്ക് ശേഷം തൃപ്പൂണിത്തുറയിലുണ്ടായിരുന്ന റോണയുടെ ഭവനത്തിലുണ്ടായിരുന്ന സഭയിലെ പാസ്റ്റർ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. എന്നാൽ ആ സഭയിലുള്ള വിശ്വാസികളെല്ലാം പല സഭകളിലായിട്ട് ഇന്ന് ദേശത്തിൻ്റെ പല ഭാഗത്തായിട്ട് ആരാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു 8 വർഷം മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ഹൃദയത്തോട് സംസാരിച്ചു. തൃപ്പൂണിത്തുറയിൽ സുവിശേഷം അറിയിക്കണമെന്നുള്ളൊരു ബേർഡൻ ഉണ്ടാകുവാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മളിന്ന് ഇത്രയും പേര് ഇന്നിവിടെ ഇരുന്ന് ആരാധിക്കുവാനായിട്ട് ഇടയാവുന്നത്. ഹല്ലേലൂയ. ഈ 13-ാം തീയതി വരുമ്പോൾ നമ്മുടെ സിറ്റി ചേഞ്ചേഴ്സ് ചർച്ച് ഇവിടെ ആരംഭിച്ചിട്ട് 7 വർഷം തികയാണ്. കർത്താവിന് കരങ്ങളടിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം, നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ പറഞ്ഞത്, ഞായറാഴ്ച നമ്മളിവിടെ കൂടി വന്ന് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോകാനല്ല. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഒരു വലിയ ദൗത്യമുണ്ട്. ഈ ദേശം യേശുവിനെ അറിയണം. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂട്ടുകാരെയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് താമസിപ്പിച്ചിട്ട് ആ മുനിസിപ്പാലിറ്റിയിലെ എൻ്റെ വാർഡിലെ സകല വീടുകളും കയറി സുവിശേഷം ഞങ്ങൾ ഈ 2 പേരായിട്ട് പിരിഞ്ഞ് അറിയിക്കുവാനായിട്ടുണ്ട്. മേഖലയിലുള്ള ഒറ്റ വീട് പോലും സുവിശേഷം കേൾക്കാത്തയില്ല. എല്ലാ വീടുകളിലും കയറി ഞങ്ങൾ സുവിശേഷം അറിയിക്കുവാനായിട്ടുണ്ട്. നമ്മളെ ഓരോ സ്ഥലത്താക്കി വെച്ചിരിക്കുന്നത്, ഒരു പൊസിഷനിലാക്കി വെച്ചിരിക്കുന്നത്, ഒരു ദേശത്ത് ആക്കി വെച്ചിരിക്കുന്നത് നമ്മളൊരു കംഫർട്ട് സോണിൽ ജീവിക്കുവാനായിട്ടല്ല. മനുഷ്യൻ്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ ഉള്ളൂ. യേശു കർത്താവിനല്ലാതെ ഒരു മനുഷ്യൻ്റെയും പ്രശ്നത്തിന്, പാപത്തിന് സമാധാനം നൽകുവാൻ, ശാശ്വത പരിഹാരം നൽകുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാണ്. പാപത്തിന് പരിഹാരം ചെയ്യുവാനായിട്ട് ലോകത്തിലേക്ക് വന്നിട്ടുള്ളത് യേശു കർത്താവ് മാത്രമാണ്. അതാരുടെ മുമ്പിലും പറയുവാനുള്ള ധൈര്യം ഓരോ ദൈവ പൈതലിനും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ.
അതിനു വേണ്ടിയാണ് നമ്മളെ ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കർത്താവ് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം അത് ചെയ്യിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് സുവിശേഷീകരണത്തിൽ ഓരോ വ്യക്തിയും ഓരോ ദൈവത്തിലും ശക്തിപ്പെടുവാനായിട്ട് ഇടയാകണം. രണ്ടാമതായിട്ട് ഡിസൈപ്പിൾഷിപ്പ്. ഒരു പുതിയ വിശ്വാസി വളരണം, ശിഷ്യത്വത്തിലേക്ക് വളരണം. യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് ഒരു വിശ്വാസി വളരുന്നതാണ് ശിഷ്യത്വം. യേശുവിനെ സ്വീകരിച്ച ഒരു പുതിയ വിശ്വാസി ദൈവവചനത്തിൻ്റെ പഠനത്തിലൂടെയും പരിശുദ്ധാത്മാ പ്രവർത്തനത്തിലൂടെയും പാപസ്വഭാവങ്ങളെ വിട്ട് അനുദിന ജീവിതത്തിലൊരു ശിഷ്യനാകണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ ഉണ്ടാക്കാനല്ല, ആളുകളെ ശിഷ്യരാക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ശിഷ്യരാക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മറ്റുള്ളവരെ ഡിസൈപ്പിൾസായിട്ട് ശിഷ്യരാക്കി വളർത്തേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ ഡിസ്കവറി ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ട്രെയിനിങ് എല്ലാ തേഴ്സ്ഡേയിലും ഇപ്പോൾ ഫാമിലി ഫെലോഷിപ്പിൽ നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത്, നിങ്ങൾ ഫാമിലി ഫെലോഷിപ്പ് അറ്റൻഡ് ചെയ്യാൻ വരണം, ഡിസ്കവറി ഗ്രൂപ്പ് ട്രെയിനിങ് പരിശീലനം നിങ്ങൾ പ്രാപിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്നാലേ നിങ്ങൾക്ക് മറ്റൊരാളെ ശിഷ്യരാക്കി വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഇവാഞ്ചലിസം. രണ്ടാമത് പറഞ്ഞെന്താണ്? ഡിസൈപ്പിൾഷിപ്പ്. മൂന്നാമത് പ്രയർ ആൻഡ് വർഷിപ്പ്, പ്രാർത്ഥനയും ആരാധനയും. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുവാനായിട്ട് ഇടയാണം. ഇടവിടാതെ പ്രാർത്ഥിക്കുവാനായിട്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 2015 പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ ചർച്ചിനെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ പ്രെയർ ലൈഫ് കർത്താവുമായി സമയം ചെലവിടുന്നത് മുടങ്ങാതെ നിങ്ങൾ നടത്തുവാനായിട്ടിടയാണ്. ഓരോ ആഴ്ചയിലും നിങ്ങൾ ഈ സഭായുഗത്തിൽ വരുമ്പോൾ കേൾക്കുന്ന ദൈവവചനത്തിൽ നിന്നുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു തരുന്നുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുക്കണം. നിങ്ങൾ വീണ്ടും വീട്ടിൽ പോയി അത് വായിച്ചു നോക്കണം. യൂട്യൂബിൽ നമ്മുടെ മെസ്സേജുകൾ എല്ലാ സൺഡേയിലെയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ മെസ്സേജുകൾ നിങ്ങൾ വീണ്ടും ഒരാവർത്തി കൂടി നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് പറ്റുന്ന സുഹൃത്തുക്കൾക്കെല്ലാം നിങ്ങളത് ഷെയർ ചെയ്യണം. അവരും ദൈവവചനം കേൾക്കുവാനായിട്ട് ഇടയാകട്ടെ. കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കണം. അതുപോലെ തന്നെ ആരാധനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ പ്രാധാന്യം നൽകണം. സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു ദൈവ പ്രിയപ്പെട്ടവരെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനോടൊപ്പം ആത്മീകമായ മറ്റൊന്നിനും നൽകുവാൻ സാധിക്കാത്ത സന്തോഷം അനുഭവിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ആരാധനയ്ക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുന്നവർ, ആരാധനയുടെ സമയം ആദ്യത്തെ കുറേ പാട്ട് പാടി സമയം തള്ളിക്കളയാണെന്നുള്ള ചിന്ത വരരുത്. അപ്പോൾ പാട്ടിൻ്റെ വരികൾ നമ്മൾ ചിന്തിക്കണം, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ വരികൾ നമ്മൾ ധ്യാനിക്കണം. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നതെന്നറിയോ, നമ്മൾ യാതൊരു പ്രിപ്പറേഷനും കൂടാതെ ആരാധനയ്ക്ക് വന്നിരിക്കും. 15 മിനിറ്റ് പാട്ട് പാടിക്കഴിയുമ്പോഴാണ് നമ്മൾ പതുക്കെ ചൂടാവുന്നത്. സൈക്കിളിൻ്റെയൊക്കെ ടയറിന് കാറ്റടിക്കുമ്പോൾ ആദ്യമേ അങ്ങനെ കുറച്ച് നേരം കാറ്റടിച്ച് കഴിയുമ്പോഴല്ലേ ടയർ ഇതാവുള്ളൂ. അതുപോലെ ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന തെറ്റാണെന്നല്ല, സ്വോത്രം ഒരു കുറേ നേരം സ്വോത്രം പറഞ്ഞു കഴിയുമ്പോഴേ നമ്മൾ ചാർജ് ആവുള്ളൂ. സ്ട്രെയിറ്റ് ചിലപ്പോൾ പ്രാർത്ഥിക്കാറില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് ധ്യാനിച്ചാണ് നിങ്ങൾ ആരാധനയ്ക്ക് വന്ന് നിൽക്കെങ്കിൽ നിങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ കത്താൻ തുടങ്ങും. പറഞ്ഞു മനസ്സിലായോ? അല്ലെങ്കിൽ എന്ത് പറ്റും, അതിന് കൃത്യസമയത്ത് വന്നിട്ട് വേണ്ടേ ഒന്ന് ചൂട് പിടിക്കാനായിട്ട്. ഒരു സൺഡേയിൽ ഞാൻ നോക്കിയപ്പോൾ ആശീർവാദം പറയാൻ സമയമായപ്പോൾ ഒരാൾ കയറി വരുന്നു. ചിലപ്പോൾ തലേ ദിവസം ഇറങ്ങിയതായിരിക്കും, ഇവിടെ എത്തിയപ്പോൾ ഇത്തിരി സമയം മാറിപ്പോയെന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവവചനത്തിനും ദൈവത്തിൻ്റെ കാര്യത്തിനും പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. നിങ്ങൾ മുൻഗണന കൊടുക്കണം. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു കല്യാണ പാർട്ടിക്കൊക്കെ വിളിച്ചാൽ നിങ്ങൾ കറക്റ്റ് തിരുവനന്തപുരത്ത് കല്യാണമാണെങ്കിലും നിങ്ങൾ കാറെടുത്ത് പോകും. എന്നാൽ തൃപ്പൂണിത്തുറ ആരാധനയ്ക്ക് വരാൻ പറഞ്ഞാലോ ലേറ്റായിട്ടേ വരുള്ളൂ. തിരുവനന്തപുരത്ത് കല്യാണമാണെങ്കിൽ തലേ ദിവസം പോയി വേണമെങ്കിൽ അവിടെ ഒരു ഹോട്ടലെടുത്തോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ താമസിച്ചോ കൃത്യസമയത്ത് തന്നെ. കല്യാണത്തിന് കൃത്യസമയത്ത് എന്നില്ലെങ്കിലും ഭക്ഷണത്തിന് നിങ്ങൾ കൃത്യസമയത്ത് ചെല്ലും അല്ലേ? പാസ്റ്റർ പറയുന്നതിൽ ആർക്കെങ്കിലും വിഷമമുണ്ടോ എന്ന് അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ. പക്ഷേ എല്ലാവരുടെ മുഖം കണ്ടിട്ട് എനിക്ക് നല്ല സന്തോഷമാണ് തോന്നുന്നത്. എല്ലാവരും വളരെ വളരെ ചിരിച്ച് തന്നെ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യണം. ഇന്നലെ വന്ന ഡോക്ടർ ജേക്കബ് ഇവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന ഡോക്ടർ ജേക്കബ് പറഞ്ഞ് 6 മണിക്കൂർ കർത്താവ് നിന്ദിതനായി, വസ്ത്രമൊന്നും ഇല്ലാത്തവനായി, എല്ലാവരാലും പരിഹസിക്കപ്പെട്ട് ക്രൂശിൽ 6 മണിക്കൂർ സൂര്യൻ്റെ ചൂടേറ്റ് കിടന്നു. ആ കർത്താവ് എന്തിനതെല്ലാം ചെയ്തേ? എനിക്കും നിങ്ങൾക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയാണ്. ആ കർത്താവിൻ ആകെ ഞായറാഴ്ച ഒരു ദിവസം 2 മണിക്കൂറാണ് നമ്മൾ സഭയിൽ ആരാധനയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. അത് 9 മണിക്ക് തുടങ്ങി 11 മണിക്ക് നമ്മളിവിടെ തീരും.
മാക്സിമം പോയാൽ 11:15 ഇവിടെ തീരും. പിന്നെ വലിച്ചു നീട്ടൽ പരിപാടികളൊന്നും ഇവിടെ ഇല്ലല്ലോ. അത് നിങ്ങൾക്ക് സമയത്ത് വന്ന് 2 മണിക്കൂർ കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും പാടില്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ സ്നേഹത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. സെറ്റ് യുവർ പ്രയോറിറ്റീസ്. 2015 നിങ്ങളുടെ പ്രയോറിറ്റി സമയത്തിന് കാര്യങ്ങൾ വന്ന് ചെയ്യുന്ന രീതിയിൽ മാറുവാനായിട്ട് ഇടയാകണം. തോന്നിയ സമയത്ത് വന്ന് കയറാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അങ്ങനെ വരുന്നവർ വരാതിരിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ ഹാബിറ്റായിട്ട് മാറ്റുക സമയത്തിന് വരുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കിയപ്പോൾ ലോപ്പസ് ബ്രദറിനെ അവിടെ രാജീവ് പിടിച്ച് കയറ്റുന്നത് കണ്ടു. എന്താ പറ്റിയ? നടുവ് എന്തോ ഉളുക്കി, ഭയങ്കര പെയിനായിരുന്നു. എന്നിട്ടും ആരാധനയ്ക്ക് വന്നു. ഇന്നലെ അദ്ദേഹം ഇവിടെ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്ത് വന്നാലും 2015 തീരുമാനമാണ്, ഒറ്റ ആരാധന ഞാൻ മുടക്കുകയില്ലെന്ന് തീരുമാനമാണെന്ന് പറഞ്ഞു. നിധി കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? കഴിഞ്ഞ വർഷം രോഗമില്ലാതെ കർത്താവ് കാത്തതിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആരാധനയ്ക്ക് വരാതിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരോഗ്യത്തോടുകൂടി കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാൻ. ഭർത്താവ് ഭാര്യയോട് വഴക്കിട്ടാൽ ആരാധനയ്ക്ക് വരില്ല, ഭാര്യ ഭർത്താവിനോട് വഴക്കിട്ടാൽ ആരാധനയ്ക്ക് വരില്ല, അപ്പനും അമ്മയും മക്കളോട് വഴക്കിട്ടാൽ ആരാധനയ്ക്ക് വരില്ല. ഇതൊന്നും തടസ്സമായിട്ട് നിൽക്കരുത്. വെള്ളി, ശനി, ഞായർ വളരെ കെയർഫുള്ളായിരിക്കണം. ഞായറാഴ്ച ആരാധനയുള്ളതുകൊണ്ട് എല്ലാ കുടുംബത്തിലും വെള്ളി, ശനി, ഞായർ വളരെ കെയർഫുള്ളായിരിക്കണം. വെള്ളിയാഴ്ച റോഡൊക്കെ ഉണ്ടാക്കിയാൽ പോരെ, അത് ശനിയാഴ്ചത്തേക്ക് നിൽക്കും, ഞായറാഴ്ചത്തേക്ക് ഇങ്ങനെ നിൽക്കും. എന്നാൽ നിങ്ങൾ പോകും ആരാധനയ്ക്ക്, എന്നാൽ ഞാൻ വരുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് മാറും. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ. പാസ്റ്റർ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, മനസ്സിലാവുന്നില്ലെങ്കിൽ ചായ കുടിക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഹല്ലേലൂയ. അപ്പോൾ ഒരു സഭയിലെ ഒരു ദൈവ പൈതൽ, ഒരു ശിഷ്യൻ സ്ട്രോങ് ആയിട്ട് വളരണമെങ്കിൽ 3 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഇവാഞ്ചലിസം ശ്രദ്ധിക്കണം. രണ്ടാമത് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം. മൂന്നാമത് പ്രയർ ആൻഡ് വർഷിപ്പ്, പ്രാർത്ഥനയുടെ ആരാധനയുടെയും ഏരിയ ശക്തിപ്പെടണം. നാലാമത് ഫെലോഷിപ്പ്, കൂട്ടായ്മ. ദൈവമക്കൾ തമ്മിലുള്ള ബന്ധത്തെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. സഭയുള്ളവർ എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ശക്തമാകണം. അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കണം. ഒരാളെ കാണുമ്പോൾ നമുക്ക് മുഖത്ത് നോക്കി നമുക്ക് ചിരിക്കുവാനായിട്ട് സാധിക്കണം. മുഖം മറച്ച് പോകുവാനായിട്ട് നമ്മൾ ഇടവരുത്തരുത്. കൂട്ടായ്മയ്ക്കുള്ള അവസരങ്ങൾ, ഫെലോഷിപ്പിനുള്ള അവസരങ്ങൾ പ്രിയപ്പെട്ടവരെ തള്ളിക്കളയരുത്. അന്യോന്യം കരുതുകയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ ഒരു ദൈവ പൈതൽ ശക്തീകരിക്കപ്പെടേണ്ട 4 മേഖലകളെക്കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ്? ഇവാഞ്ചലിസം, ഡിസൈപ്പിൾഷിപ്പ്, പ്രയർ ആൻഡ് വർഷിപ്പ്, ഫെലോഷിപ്പ്. കൂട്ടായ്മയുടെ മാധുര്യം അനുഭവിക്കുവാനായിട്ട് ഇടയാണം. മേക്കിംഗ് എ സ്ട്രോങ് ലോക്കൽ ചർച്ച്, ശക്തമായൊരു പ്രാദേശിക സഭ പണിയുന്നതിന് 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? എ ചർച്ച് വേർ ദെയർ ഈസ് സ്ട്രോങ് ലീഡർഷിപ്പ് വിത്ത് എ ഗോഡ് ഗിവൺ വിഷൻ, ദൈവിക ദർശനമുള്ളൊരു നേതൃത്വം സഭയ്ക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് എ ചർച്ച് വേർ ദ ലോക്കൽ കോൺഗ്രിഗേഷൻ ഈസ് സ്ട്രെങ്തൻഡ്, സഭയിലുള്ള വിശ്വാസികൾ, ദൈവമക്കൾ ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. മൂന്നാമത് എ ചർച്ച് വെയർ പീപ്പിൾ ആർ ഓഫ് വൺ ഹാർട്ട് ആൻഡ് വൺ മൈൻഡ്, എ ചർച്ച് വെയർ പീപ്പിൾ ആർ ഓഫ് വൺ ഹാർട്ട് വൺ മൈൻഡ്. നിങ്ങളുടെ പടമാണല്ലോ അരുൺ ഭായി ഇട്ടിരിക്കുന്നത്. അത് കുറച്ച് നേരം കിടന്നോട്ടെ കേട്ടോ, യൂട്യൂബിലൊക്കെ അത് കുറച്ച് നേരം കിടന്നോട്ടെ. നമ്മുടെ ഓക്കെ, ഒരേ ഹൃദയവും ഒരേ മനസ്സുമുള്ള ഐക്യതയുള്ള വിശ്വാസികളായിരിക്കണം. ഒരു പ്രാദേശിക സഭ ശക്തമായിട്ട് നിലനിൽക്കേണ്ടതിന് ഐക്യതയുള്ള വിശ്വാസികൾ, തമ്മിൽ സ്നേഹമുള്ള വിശ്വാസികൾ ഏറ്റവും അത്യാവശ്യമാണ്. ഒരു സഭയിൽ ഭിന്നതയോ വഴക്കോ ഉണ്ടാകുമ്പോൾ ദൈവം സഭയെക്കുറിച്ച് എന്തുദ്ദേശിച്ചോ ആ പർപ്പസിൽ നിന്ന് സഭ മാറിപ്പോകുവാനായിട്ടിടയാവും, അല്ലെങ്കിൽ ദൈവമക്കൾ മാറിപ്പോകുവാനായിട്ടിടയാവും. മാർക്കോസ് 3:25, ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ എങ്കിൽ ആ വീടിന് നിലനിൽപ്പാൻ കഴിയില്ല. ഒരു വീട്ടിൽ അപ്പൻ തെക്കോട്ട്, അമ്മ പടിഞ്ഞാട്ട്, മകൻ വടക്കോട്ട്, മോള് കിഴക്കോട്ട് ആണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെയായി പോവും വീടിൻ്റെ അവസ്ഥ, അല്ലേ? അത് പിന്നെ ഒരു ഭവനമല്ല പ്രിയപ്പെട്ടവരെ, നരകമായിരിക്കും. കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? കൂടുമ്പോൾ ഇമ്പമുള്ളതായിരിക്കണം കുടുംബം. ഒരു വീടിൻ്റെ അനുഗ്രഹമാണ് ഒത്തൊരുമയുള്ള കുടുംബാംഗങ്ങൾ എന്നതുപോലെ ഒരു സഭയുടെ അനുഗ്രഹമാണ് ഒരുമയുള്ള ദൈവമക്കൾ, ഒരുമയുള്ള വിശ്വാസികൾ. എങ്ങനെയാണ് ഈ ഐക്യത നമുക്ക് നിലനിർത്തുവാനായിട്ട് സാധിക്കുക? കർത്താവിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും
കർത്താവിൻ്റെ സഭയെയും സ്നേഹിക്കണം. അതിനൊരു ഇളക്കം വരുത്തുന്ന കാര്യം ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം ഓരോരുത്തരും എടുക്കണം. ഒത്തിരി കൃപാവരങ്ങളുണ്ടായിരുന്ന, ഒത്തിരി പ്രയോജനപ്പെട്ട ഒരു സഭയായിരുന്നു കൊറിന്ത്യ സഭ. എന്നാൽ ഒരു ഘട്ടത്തിൽ ആ സഭയ്ക്ക് അകത്ത് ഡിവിഷനുണ്ടായി, ഭിന്നതയുണ്ടായി. ഇതിനെക്കുറിച്ച് അറിഞ്ഞ പൗലോസ് അപ്പസ്തോലൻ അവർക്ക് വേണ്ടി എഴുതിയത് 1 കൊരിന്ത്യർ 1:10 മുതൽ 13 വരെ വായിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏകമനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല. പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? പ്രിയപ്പെട്ടവരെ, കൊറിന്ത്യ സഭയിൽ സംഭവിച്ചത് ഇവിടെ നമ്മൾ കണ്ടു. ഒരു സഭയിൽ തന്നെ 4 പാർട്ടിക്കാരുണ്ടായി. കുറച്ച് പേര് ആരുടെ പക്ഷ? കുറച്ച് പേര് പൗലോസിൻ്റെ പക്ഷക്കാർ, കുറച്ച് പേര് അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ, കുറച്ച് പേര് കേഫാവിൻ്റെ പത്രോസിൻ്റെ പക്ഷക്കാർ, ബാക്കി കുറച്ച് പേര് ആരുടെ പക്ഷ? ബാക്കി കുറച്ച് പേര് ക്രിസ്തുവിൻ്റെ പക്ഷക്കാരെന്നും പറഞ്ഞു. പൗലോസിൻ്റെ പക്ഷം, അപ്പല്ലോസിൻ്റെ പക്ഷം, പത്രോസിൻ്റെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം എന്നും പറഞ്ഞ് ഏറ്റവും കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന സഭയിൽ തന്നെ 4 പക്ഷമുണ്ടാകുവാനായിട്ടിടയായി. പൗലോസ് അവരോട് പറഞ്ഞു കൊടുക്കുന്നു, സഭയിൽ ഭിന്നത വരാതെ എല്ലാവരും ഏക മനസ്സുള്ളവരും ഏകാഭിപ്രായവും ഉള്ളവരായിരിക്കണം. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ, നമുക്ക് ഏക മനസ്സുള്ളവരായിരിക്കണം എന്ന് പറ, നമ്മൾ ഏക അഭിപ്രായം ഉള്ളവരായിരിക്കണം എന്ന് പറ. എഫേസ്യർ 4:3 ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അത് സഭയിലെ ഓരോ അംഗവും ചെയ്യേണ്ടതാണ്. ഭിന്നത വരുത്തുന്ന ഒരു വാക്കല്ലെങ്കിൽ ഒരു പ്രവൃത്തി എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. ഇവിടെ തന്നെ മറ്റൊരു കാര്യം കൂടി ക്ലാരിഫൈ ചെയ്യട്ടെ. ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു കാര്യം സഭയിലുണ്ടായാൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ട്. അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നേതൃത്വത്തിന് പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ട കൊറിന്ത്യ സഭയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 5:1-2 നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോൽ, അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ, എന്നിട്ട് നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. കൊറിന്ത്യ സഭയിൽ നടന്ന് ശ്രദ്ധിക്കുക. കക്ഷികളായി തിരിഞ്ഞവർ വഴക്കുണ്ടാക്കി. എന്നാൽ ദൈവവചന വ്യവസ്ഥ തെറ്റിച്ച് ദുർനടപ്പ് ആചരിച്ച വ്യക്തിയെ ആരും കറക്റ്റ് ചെയ്യാതെ വെറുതെ വിടുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. തെറ്റ് ചെയ്യുന്നവരെ കറക്റ്റ് ചെയ്യാതെ വിടുന്നതല്ല സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. തെറ്റ് ചെയ്യുന്നവരെ കറക്റ്റ് ചെയ്യാതെ വിടുന്നതല്ല സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ദൈവവചനത്തിനെതിരെ ആര് തെറ്റ് ചെയ്താലും, അല്ലെങ്കിൽ ദൈവവചനത്തിനെതിരായിട്ടുള്ള ഒരു സംഗതിയാണ് ഉയർന്നു വരുന്നതെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ലീഡർഷിപ്പിന് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, അത് ആരുടെ കാര്യമാണെങ്കിലും ലീഡർഷിപ്പിന് അത് ചെയ്യുവാനായിട്ട് പറ്റില്ല. വലിയ ആളുടെ കാര്യമാണെങ്കിലും ചെറിയ ആളുടെ കാര്യമാണെങ്കിലും ഒറ്റ തീരുമാനമായിരിക്കും, അതെല്ലാവർക്കും ബാധകവും ആയിരിക്കും. 1 കൊരിന്ത്യർ 5:13 ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് പറയുന്നു. തെറ്റ് ചെയ്ത വ്യക്തി അതിനെക്കുറിച്ച് അനുതപിച്ച് തിരിച്ചു വന്നാൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും റിസ്റ്റോർ ചെയ്യണം. സഭയിൽ അതിന് ഇടമുണ്ട്, ഇല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടതാണ്. ഏകമനസ്സോടെയും ഏകാഭിപ്രായത്തോടെയും സഭയിലുള്ളവർ ദൈവവചനമനുസരിച്ച് ഐക്യതയോടെ നിന്നെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ സഭ വളരുകയുള്ളൂ. അപ്പോൾ സഭ ശക്തിപ്പെടുകയുള്ളൂ. അപ്പോൾ ഒരു പാസ്റ്റർ വളരെ വേദനയോടെ എന്നോട് ഒരിക്കൽ ഷെയർ ചെയ്ത കാര്യം ഞാൻ ഓർക്കുന്നു. ഈ പാസ്റ്റർ ഒരു സ്ഥലത്ത് വളരെ കഷ്ടപ്പെട്ട് സൈക്കിളി ചവിട്ടി, മുണ്ട് മുറുക്കി കുത്തി, കാരണം പലപ്പോഴും പട്ടിണിയായിട്ട് പൈപ്പിലെ വെള്ളം കുടിച്ച് അങ്ങനെ സുവിശേഷ വേല ചെയ്ത ഒരു പാവപ്പെട്ട ദൈവദാസൻ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ദേശത്തെ ഒരു പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തി അവരുടെ സഭയിൽ വരുവാനായിട്ട് ഇടയായി. ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പുള്ളി കുറച്ച് ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള വ്യക്തിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചില പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഈ പാവപ്പെട്ട ദൈവദാസൻ അദ്ദേഹത്തോട് അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പ്രമുഖനായ വ്യക്തിക്ക് പാസ്റ്ററോട് അങ്ങ് ബുദ്ധിമുട്ടായി. എന്നെ കറക്റ്റ് ചെയ്യാൻ മാത്രം ഇവൻ ആരടാ എന്നുള്ളൊരു ചോദ്യഭാവം വന്നു. ആ പ്രമുഖനായ വ്യക്തി എന്ത് ചെയ്യുന്നറിയോ? ആ സഭയിലെ വീടുകൾ കയറി ഇറങ്ങി
വീടുകൾ കയറിയിറങ്ങി. അപ്പം സാധാരണ വിശ്വാസികളാണ്. അദ്ദേഹം ഈ പ്രമുഖനായ വ്യക്തി വീടുകൾ കയറിയിറങ്ങി അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും അവർക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ഈ പാവപ്പെട്ട വിശ്വാസികളെല്ലാം പ്രമുഖനായ വ്യക്തിയുടെ കൂടെ അങ്ങ് കൂടിയിട്ട് ഈ സഭയിലെ പാസ്റ്റർക്കെതിരെ ഈ ഗ്രൂപ്പ് ഒന്നിച്ചങ്ങ് നിന്നു, പ്രശ്നമുണ്ടാക്കി. അദ്ദേഹം വളരെ കണ്ണുനീരോടുകൂടി ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായി. പാസ്റ്ററെക്കുറിച്ച് ഒരുപാട് അപഖ്യാതികൾ പറഞ്ഞു വരുത്തുവാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, ദൈവകൃപയാൽ ഇന്ന് ആ പാവപ്പെട്ട ദൈവദാസന് പുതിയൊരു സ്ഥലത്ത് നല്ലൊരു സഭയുണ്ട്. ആവശ്യത്തിന് അദ്ദേഹത്തിന് അവിടെ വിശ്വാസികളും ഉണ്ട്. എന്നാൽ ആദ്യത്തെ സഭ ഇന്നില്ല, ആദ്യത്തെ സഭയും ഇന്നില്ല, പ്രമുഖനായ വ്യക്തിയുമില്ല. കൂട്ടത്തിൽ പോയ വിശ്വാസികളും വിശ്വാസികളല്ലാത്ത പരുവത്തിലേക്ക് മാറ്റപ്പെടുവാനായിട്ടിടെ. നമ്മൾ ആരോട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മൾ ആരുടെ വാക്കുകൾക്കാണ് നമ്മൾ ചെവി കൊടുക്കുന്നത്, നമ്മൾ കെയർഫുള്ളായിരിക്കണം. ഒരു സഭയ്ക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ നാവ് ഉയരുവാൻ, കൈ ഉയരുവാൻ ഒന്നും ദൈവമക്കൾ ഇടവരുത്തരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ശാപമായിട്ട് തീരുവാനായിട്ടിടയും. അനുഗ്രഹം സംഭവിച്ചില്ലെങ്കിലും ശാപത്തിന് കാരണമാകുവാനായിട്ട് ആരും തുനിയരുത്. പ്രിയപ്പെട്ടവരെ, സഭയിൽ ഭിന്നത വരുത്തുന്ന എന്തെങ്കിലും ഒരു തീപ്പൊരി കണ്ടാൽ അത് സെൻസ് ചെയ്യാനുള്ള വിവേകം, വിസ്ഡം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഇത് ദൈവത്തിൻ്റെ സഭയാണ്. അതിൽ ഏറ്റവും സ്നേഹത്തോടും വിനയത്തോടും നമ്മൾ ഐക്യതയോടും നമ്മൾ എല്ലാവരോടും കൂടി പെരുമാറണം. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ മാറിയേക്കുക. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങൾ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ മാറിയേക്ക്. പ്രശ്നമുണ്ടാക്കാനായിട്ട് അവിടെ നിൽക്കരുത്, നിങ്ങൾ മാറിയേക്ക്. നിങ്ങൾക്ക് സ്വസ്ഥതയുള്ള കംഫർട്ടുള്ള ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ ആരാധിച്ചു, നോ പ്രോബ്ലം. അവിടെ നമ്മളൊരു പ്രശ്നമുണ്ടാക്കി ഒരു പ്രോബ്ലം ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ ഇടപെടുത്തത്. ശക്തമായ പ്രാദേശിക സഭ ഉണ്ടാകേണ്ടതിന് 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എ ചർച്ച് വേർ ദർ ഈസ് സ്ട്രോങ് ലീഡർഷിപ്പ് വിത്ത് എ ഗോഡ് ഗിവൻ വിഷൻ. 2, എ ചർച്ച് വേർ ദ ലോക്കൽ കോൺഗ്രിഗേഷൻ ഈസ് സ്ട്രെങ്തൻഡ്. 3, എ ചർച്ച് വേർ പീപ്പിൾ ആർ ഓഫ് വൺ ഹാർട്ട് ആൻഡ് വൺ മൈൻഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തൻ്റെ മണവാട്ടിയായ സഭയെ ചേർക്കുവാനായിട്ട് നമ്മുടെ കർത്താവും രക്ഷിതാവുമായിട്ടുള്ള യേശു വരും. അതുകൊണ്ട് ആ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് നമുക്ക് ഒരുങ്ങി നിൽക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ്, ഈ ദേശത്ത് ശക്തമായിട്ടൊരു സഭയായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവിനോട് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ ദേശത്ത് ശക്തമായിട്ട് നിൽക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി പ്രയോജനമുള്ളവരായിട്ട് നിൽക്കുവാൻ, സഭയായിട്ട് ഞങ്ങൾക്ക് ഐക്യതയോടും സ്നേഹത്തോടുകൂടി ഈ ദേശത്തെ ചേഞ്ച് ചെയ്യുവാൻ, സിറ്റിയെ ചേഞ്ച് ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന്, ഞങ്ങളെ അതിൻ്റെ ഒരു ഭാഗവാക്കാക്കണമേ എന്ന് ഓരോരുത്തരായിട്ട് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ നിവർത്തിപ്പിടിക്കാം ദൈവസന്നിധിയിൽ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദേശത്തൊരു സഭയിലെ അംഗങ്ങളായി നിൽക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതിന് കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദേശത്ത് സഭ തുടങ്ങുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. അതിനെ ഇത്രത്തോളം അങ്ങാണ് വളർത്തിയത്. സകല പുകഴ്ചയും സകല മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. കർത്താവെ, 2015 കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഉപരിയായി ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ഞങ്ങൾ മുന്നേറുവാൻ, ഈ സിറ്റിയെ, ഈ പട്ടണത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കണമേ. സഭയുടെ നേതൃത്വത്തെ അങ്ങ് ബലപ്പെടുത്തണം. ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനത്താൽ അങ്ങ് അഭിഷേകം ചെയ്യണം. അല്ല, ഓരോ വിശ്വാസിയും ഓരോ ദൈവവൈതലും സുവിശേഷീകരണത്തിൽ, ശിഷ്യത്വത്തിൽ, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ദൈവവചന പഠനത്തിൽ, കൂട്ടായ്മയിൽ മുന്നേറുവാനായിട്ട് ഇടയാണം. എല്ലാവരും കർത്താവെ ആത്മാവിൽ എരിവുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഈ സഭയിലുള്ള ഓരോ വ്യക്തിയും ആത്മാവിനാൽ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുവാനായിട്ട് ഇടയാകണം. ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വർഷിക്കണം. ഓരോരുത്തരും സ്നേഹത്തിൽ വേരൂന്നണം. പരിജ്ഞാനത്താൽ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകണം. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. ഇത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുവാനായിട്ട് ഇടയാകട്ടെ. ഈ സമയത്ത് ഞങ്ങൾ ഈ പട്ടണത്തിലുള്ള മറ്റു സഭകളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ മഹത്വവും, എല്ലാ മാനവും, എല്ലാ സ്തുതിയും അറുക്കപ്പെട്ട കുഞ്ഞാടിന്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുമേ.
ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോട് എതിർത്ത് തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോട് എതിർത്ത് തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂന്നിൻ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂന്നിൻ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യന് ഒരുങ്ങിയിടാം, ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യന് ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്, ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു നിർജീവരായിടുന്നേ, ഒരുങ്ങിയിടാം. ജനം പേടിച്ചു നിർജീവരായിടുന്നേ, ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾക്ക് അധീനരായിത്തീരുന്നതാൽ ഒരുങ്ങിയിടാം. ലോകമോഹങ്ങൾക്ക് അധീനരായിത്തീരുന്നതാൽ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. മേഘാരൂഢനായി വന്നിടുമേ, 10,000 പേരിലും സുന്ദരൻ താൻ. മേഘാരൂഢനായി വന്നിടുമേ, 10,000 പേരിലും സുന്ദരൻ താൻ. തന്റെ കോമളരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം, തന്റെ കോമളരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ കരവേറ്റമടുത്തുപോയി. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ കരവേറ്റമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാം, ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാം, ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധി